അത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ് അതിനോട് അനുകൂലമാണ്. പക്ഷേ അതിനുവേണ്ടി തയ്യാറാക്കിയ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ആരാധനാലയമായാലും ഉത്സവമേളകളായാലും അങ്ങനെ നടത്തുന്നത് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുമെന്നതിനാലാണ് അവ കർശനമായി നടപ്പിലാക്കുന്നതിനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട കോടതികളും ആ രൂപത്തിൽ തന്നെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു താക്കീത് എന്നുള്ള നിലയിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് ആനയുടെ ഉടമസ്ഥന്മാരാണ്, 2 ക്ഷേത്രം ഭാരവാഹികളാണ്. കാരണം ഇവർക്ക് 2 പേർക്കും ഉത്തരവാദിത്തമാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അത് പാലിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല എന്നൊരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുവാദം ഡിസ്ട്രിക്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമതി ഇല്ലാതെയല്ല ചെയ്തത്, എന്നാൽ നിബന്ധനകൾ പാലിക്കുന്നതിൽ കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. ആ കൃത്യവിലോപം വളരെ ഗൗരവത്തിലാണ് ഗവൺമെൻറ് കാണുന്നത്. കാരണം 3 ജീവനാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ സമൂഹത്തോട് ഉത്തരം പറയേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. അല്ല, ആ ലംഘനത്തിലാണല്ലോ ഈ കാലിൻ്റെ ചങ്ങല കെട്ടണം. ആ ചങ്ങല കെട്ടിയിട്ടില്ല എന്നാണിതാണ്. ഈ സംഭവത്തിൽ ആനയുടെ കാലിൽ ഇടച്ചങ്ങല ഇട്ടിരുന്നില്ല. വെടിക്കെട്ട് അശ്രദ്ധമായാണ് ചെയ്തത്. ഇതാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്സവം നടത്താനുള്ള അനുവാദം ഇനി അവർക്ക് ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട കോടതിയും ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാടുള്ളതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും ഈ ചട്ടം ലംഘിക്കാതെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ആചാരങ്ങൾ സംബന്ധിച്ച കോടതി വിധിയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. നമുക്കെല്ലാവർക്കും വേണ്ടത് ശ്രദ്ധയോടുകൂടിയ നിയമമനുസരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തുകയാണ്. അങ്ങനെ വരുന്നാൽ ഏത് പരിപാടിക്കും അതിൻ്റെതായ ഗുണമുണ്ടാവുകയുള്ളൂ. പരിപാടി നടത്തിയിട്ട് ദാരുണമായി അത് അവസാനിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല.